ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസിനഃ ശ്രേയസേ. ഹരി ഓം. ശ്രീ മഹാഭാരതം സംഭവപർവം സംവരണോദന്തം. ചൊല്ലുവൻ ചുരുക്കി ഞാൻ കേൾക്ക നീ ധനഞ്ജയ. ചൊല്ലെഴുമാദിത്യൻ്റെ പുത്രിയായുണ്ടായി വന്നു സാവിത്രിക്കവരജയായൊരു മനോഹരി. ദേവസ്ത്രീകളും അവൾക്കൊത്തവരാരുമില്ല. തൽക്കാലാമൃക്ഷപുത്രനാകിയ സംവരണനർക്കനെ വഴി പോലെ സേവിച്ചാൻ പല കാലം. തന്നുടെ ഭക്തനായ ചന്ദ്രവംശോദ്ഭൂതനാം മന്നവർ കുലവരനാകിയ സംവരണൻ തന്നുടെ മകൾക്കനുരൂപനെന്നുള്ളിൽ നന്ദി. കന്യകയ്ക്ക് 2 വയസ്സു ചെന്ന കാലം അദ്രിതന്നുപവന സീമനി നായാട്ടിനായി വിദ്രുതം നരപതി നടന്നാനൊരു ദിനം. ക്ഷുത്പിപാസാദി പൂണ്ടു മരിച്ചു കുതിരയും പിൽപ്പാടു വനഭുവി നടന്നു നരേന്ദ്രനും. അന്നേരം കാണായി വന്നു കന്യകാരത്നം തന്നെ മന്നവൻ മറന്നിതു തന്നെയുമതു നേരം. നാമധേയാദികളെ ചോദിച്ചു നരപതി വാമലോചന പുനരുത്തരം പറയാതെ. മറഞ്ഞാളതു നേരം നൃപനും മനക്കാമ്പിൽ നിറഞ്ഞ ശോകം പൂണ്ടു മന്മഥ വിവശനായി. മോഹിച്ചു വീണു കിടന്നിടിനോരനന്തരം മോഹനഗാത്രിയായ തപതി പോന്നു വന്നാൾ. ശീതാംശുകുലോദ്ഭവനാകിയ നൃപോത്തമ ചേതസി വളർന്നൊരു ശോകത്തെ കളഞ്ഞാലും ഏതുമേ വിഷാദമുണ്ടാകരുതെഴുന്നേൽക്ക. ഖേദിപ്പാൻ പാത്രമല്ല കേവലം ഭവാനൊട്ടും. തപനൻ തൻ്റെ മകളാകിയ തപതി ഞാൻ തപസാ താതൻ തന്നെ സേവിക്കാവിരയെ നീ. ജനകൻ ഭവാനായിട്ടെന്നെ നൽകിയിടുന്നാകിയ അനുവർത്തനം ചെയ്യുവാനേതുമേ മടിയാതെ. ഞാൻ അനുകൂലയല്ല നോർത്തതും ദുഃഖേദിക്കേണ്ട. മാനവശിഖാമണി രാഗമെല്ലാർക്കുമൊക്കും എന്നുര ചെയ്തു മറഞ്ഞിടിനാൾ തപതിയും. മന്നവൻ താനും പിന്നെ മന്മഥ വിവശനായി. തപതി തപതി എന്നധികം പരിതാപാൽ ദ്രുപതി വരൻ ഭൂവി പതനം ചെയ്തു മോഹാത്. സജീവൻ തിരഞ്ഞു വന്നവനീശനെ കണ്ടു കുശലോക്തികൾ കൊണ്ടും ശീതോപചാരം കൊണ്ടും ഉണർത്തി. രാജാവിൻ്റെ സങ്കടമെല്ലാം കണ്ടു ഗണിച്ചു ബുദ്ധി കൊണ്ടു കൽപ്പിച്ചു സജീവനും. രാജ്യത്തിനയച്ചിതു നിശേഷ സൈന്യമെല്ലാം പൂജ്യനാം വസിഷ്ഠനെ സേവിച്ചു നരേന്ദ്രനും. 12 ദിനം കൊണ്ടു വന്നിതു വസിഷ്ഠനും സാദരം വീണു നമസ്കരിച്ചു നൃപതിയും. മേദിനീശ്വരൻ മുനി തന്നോടു മനോരഥമാർത്തി തീർത്തിടുവതിനായി അറിയിച്ച നേരം ചേതസി വിചാരിച്ചു ഭൂപതി പരിതാപം. 12 മകൾ മൂലമെന്നറിഞ്ഞപ്പോൾ അബ്ജസംഭവസുതനാകിയ വസിഷ്ഠനും അബ്ജബാന്ധവൻ തന്നെ സ്തുതിച്ചാനതു നേരം. ചിത്രഭാനവേ നമ സൂര്യായ മർത്താണ്ഡായ മിത്രായ ദിനേശായ ഭാസ്വതേ നമോ നമ. വേദരൂപായ വേദവേദ്യായ വേദാന്താർത്ഥ
ബോധരൂപായ ജഗന്നാഥായ നമോ നമ. പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുരൂപമായ വികൃതി പൂണ്ട രൂപനാമവർണ്ണങ്ങളോടും പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുവാൻ വിരിഞ്ച വിഷ്ണു രുദ്രന്മാരായി ചമഞ്ഞിടും പരമാത്മനെ പരബ്രഹ്മണേ നമോ നമ. പരമാനന്ദാത്മനേ രവയേ നമോ നമ. ഭാസ്കരൻ താനും അരുൾ ചെയ്തിതു വസിഷ്ഠനോടാഗ്രഹം തന്നെ പറഞ്ഞിടുക മടിയാതെ. എങ്കിലോ ചൊല്ലിടുവൻ വന്ന കാരണമൊരു സങ്കടമുണ്ടു ദണ്ഡം പോക്കുവാനില്ലാതാനും. തിങ്കൾ തൻ കുലത്തിങ്കലുള്ള സംവരണനു പങ്കജ ശരതാപം പാരം ത്വത്പുത്രി മൂലം. അവനീശ്വരനായ സംവരണനു പുനരവളെ കൊടുക്കണമെന്നതു ചൊൽവാൻ വന്നേൻ. സന്ദേഹമെന്തു ഭവാൻ കൽപ്പിച്ചാലെങ്കിൽ മമ നന്ദനെ തപതി നീ പോകണം മടിയാതെ. മുന്നമേ കൽപ്പിച്ചിരിക്കുന്നിതു മകളെ ഞാൻ നിന്നെ സംവരണനു കൊടുക്കാമെന്നു തന്നെ. വസിഷ്ഠൻ അരുൾ ചെയ്യും വണ്ണം നീ ഭൂമി തന്നിൽ വസിക്ക പലകാലം സുഖിച്ചു ഭർത്താവുമായി. ജനിക്കാതനയനും ഭുവന പ്രസിദ്ധനായി നിനക്കു ഗുണങ്ങളും വർദ്ധിക്കും ദിനം തോറും. ഈ വണ്ണം അനുഗ്രഹിച്ചയച്ചു ജനകനും ലാവണ്യാംഗിയും വന്നിച്ചനുവാദത്തെ ചെയ്താൾ. തപതിയായ ദിവ്യ കന്യക മനോഹരി തപനാത്മജ മനോരഥവും വന്നുകൂടി. കന്യകയോടും കൂടി യാത്രയും ചൊല്ലി മുനി മന്നവൻ വസിച്ചിടും കാനന ഭുവി വന്നു. അബ്ജലോചനയായ തപതി തന്നെ കൊണ്ടൻ അബ്ജനാശന കുലനാഥനു നൽകിയിടിനാൻ. അബ്ജസായകരസം പൂണ്ടവനടവിയിൽ അബ്ജകാന്താബ്ദം വസിച്ചിടിനാൻ അവളുമായി. പിന്നെ വൈരികളെയുമൊക്കവേ നിഗ്രഹിച്ചു തന്നെ നാടും തനിക്കടങ്ങിയതു കാലം. വസിഷ്ഠൻ തന്നെ പുരോഹിതനായി വരിക്കയായി വസിച്ചു രാജ്യം വാണു പല നാൾ സംവരണൻ. വസിഷ്ഠമുനിയുടെ വരിഷ്ഠ ഗുണമെല്ലാം പ്രകൃഷ്ടമെന്നതൊഴിഞ്ഞെനിക്കു പറയാമോ? ഹരി ഓം. കായേന വാച മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.